ആകാശവാണി. നമസ്കാരം. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിന്റെ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. രാജ്യത്തെ അതിർത്തി മേഖലയിൽ പാക് പ്രകോപനം തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കി ഇന്ത്യ. ജമ്മുവിനടുത്തുള്ള പാകിസ്ഥാൻ പോസ്റ്റുകളും തീവ്രവാദികൾ ട്യൂബ് ലോഞ്ച് ഡ്രോണുകൾ വിക്ഷേപിച്ചിരുന്ന ലോഞ്ച് പാഡും സൈന്യം തകർത്തു. ഇന്ന് പുലർച്ചെ 5 മണിയോടെ അമൃത്സറിലെ ഖസാക്കന്ത് മേഖലയിൽ നിരവധി സായുധ ഡ്രോണുകൾ കണ്ടതായി ഇന്ത്യൻ സേന അറിയിച്ചു. സൈനിക താവളങ്ങളെയും സാധാരണ ജനങ്ങളെയും ലക്ഷ്യം വെച്ചുള്ള ഡ്രോണുകളായിരുന്നു ഇവയെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കി. ജമ്മു കശ്മീരിലെ ബാരാമുള്ള മുതൽ ഗുജറാത്തിലെ ഭുജ് വരെയുള്ള പ്രദേശങ്ങൾക്കിടയിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം ഇന്നലെ 26 ഡ്രോണുകൾ ദൃശ്യമായിരുന്നു. അതേസമയം ഇന്നലെ രാത്രി ജമ്മു സെക്ടറിലെ അതിർത്തി സുരക്ഷാ പോസ്റ്റുകളിൽ പ്രകോപനമില്ലാതെ പാകിസ്ഥാൻ വെടിവെയ്പ് നടത്തിയതായി BSF അറിയിച്ചു. സുരക്ഷാ സേന ശക്തമായി തിരിച്ചടിച്ചതായും പാകിസ്ഥാൻ പോസ്റ്റുകൾക്ക് കനത്ത നാശനഷ്ടം ഉണ്ടായെന്നും BSF പറഞ്ഞു. അതിർത്തി മേഖലയിൽ താമസിക്കുന്ന ജനങ്ങൾ സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണ്. അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ വീടിന് പുറത്ത് ഇറങ്ങരുതെന്ന് മുന്നറിയിപ്പുണ്ട്. പാകിസ്ഥാന്റെ സൈബർ ആക്രമണം ഇന്ത്യയുടെ വൈദ്യുതി ഗ്രിഡിന്റെ 70% പ്രവർത്തനരഹിതമാക്കാൻ കാരണമായി എന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന പോസ്റ്റുകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ വ്യോമസേനയിലെ വനിതാ പൈലറ്റിനെ പാകിസ്ഥാൻ പിടിച്ചുവച്ചിരിക്കുന്നതായി പ്രചരിക്കുന്ന വാർത്തകളും വീഡിയോയും തെറ്റാണെന്നും PIB ഫാക്ട് ചെക്ക് വിഭാഗം സ്ഥിരീകരിച്ചു. പാകിസ്ഥാൻ വ്യോമസേനയുടെ JF-17 തണ്ടർ ഹൈപ്പർസോണിക് മിസൈൽ ആദംപൂരിലുള്ള ഇന്ത്യയുടെ S-400 പ്രതിരോധ സംവിധാനം തകർത്തെന്ന തരത്തിൽ പാകിസ്ഥാൻ ഔദ്യോഗിക മാധ്യമം റിപ്പോർട്ട് ചെയ്ത വാർത്ത ഇന്ത്യൻ വ്യോമസേന തള്ളി. ജമ്മു കശ്മീരിലെ രജൌരിയിൽ ഇന്നലെയുണ്ടായ പാകിസ്ഥാൻ ഷെല്ലാക്രമണത്തിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ മരിച്ചു. ജമ്മു കശ്മീർ അഡ്മിനിസ്ട്രേഷൻ സർവീസിലെ അഡീഷണൽ ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കമ്മീഷണർ രാജ്കുമാർ താപ്പയാണ് കൊല്ലപ്പെട്ടതെന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. താപ്പയുടെ വീട് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്താണ് ഇന്നലെ രാത്രി ഷെല്ലാക്രമണം ഉണ്ടായത്. സംഭവത്തിൽ ഒമർ അബ്ദുള്ള അതീവ ദുഃഖം രേഖപ്പെടുത്തി. അതിർത്തി മേഖലയിൽ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ രാജ്യത്തുടനീളമുള്ള 32 വിമാനത്താവളങ്ങൾ ഈ മാസം 15 വരെ താൽക്കാലികമായി അടച്ചിടുമെന്ന് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചു. അമൃത്സർ, ചണ്ഡിഗഡ്, ജമ്മു, ശ്രീനഗർ, ജയ്സൽമീർ തുടങ്ങിയ പ്രധാന സ്ഥലങ്ങളിലെ വിമാനത്താവളങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അതേസമയം ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം സാധാരണ നിലയിൽ ആയതായി അധികൃതർ അറിയിച്ചു. എന്നാൽ വിമാനങ്ങളുടെ സമയക്രമീകരണത്തിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ യാത്രക്കാർ അതത് എയർലൈൻസുകളുമായി ബന്ധപ്പെടണമെന്നും വിമാനത്താവളങ്ങളിലെ സുരക്ഷാ നടപടികളുമായി സഹകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ദേശീയ സുരക്ഷ സംബന്ധിച്ച വാർത്തകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം മാധ്യമ പ്രതിനിധികളുടെ യോഗം ചേർന്നു. ടെലിവിഷൻ, സമൂഹമാധ്യമങ്ങൾ തുടങ്ങിയവയിലൂടെ പ്രചരിക്കുന്ന വാർത്തകളുടെ വസ്തുത പരിശോധിക്കുന്നതിന് മുൻഗണന നൽകാൻ പ്രതിനിധികൾക്ക് നിർദ്ദേശം നൽകി. കൂടാതെ എല്ലാ മാധ്യമങ്ങളും ലേഖകരിൽ നിന്ന് ലഭിക്കുന്ന ആധികാരികത, വാർത്തകൾ, ഫോട്ടോഗ്രാഫുകൾ, വീഡിയോകൾ തുടങ്ങിയവ വാർ റൂമിലെ പ്രതിനിധികളുമായി പങ്കിടണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ സ്വീകരിക്കേണ്ട സിവിൽ ഡിഫൻസ് തയ്യാറെടുപ്പുകൾ സംബന്ധിച്ച് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നിർദ്ദേശം നൽകി. വ്യോമാക്രമണ സാധ്യത കണക്കിലെടുത്ത് മുന്നറിയിപ്പ് സൈറൻ മുഴങ്ങുമ്പോൾ സ്വീകരിക്കേണ്ട മുൻകരുതലും നടപടികളും സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തിറക്കി. സൈറൻ കേട്ടാൽ ഉടൻ ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണം തയ്യാറാക്കാൻ ആവശ്യമായ പലവ്യഞ്ജനങ്ങൾ, എണ്ണ, ഗ്യാസ് എന്നിവ കരുതുക. വെള്ളവും ഭക്ഷണവും അടിസ്ഥാന മരുന്നുകളും അടങ്ങിയ എമർജൻസി കിറ്റും തയ്യാറാക്കേണ്ടതാണ്. 90 സെക്കൻഡ് നീണ്ട സൈറൻ അപകട സൂചനയും 30 സെക്കൻഡുള്ള സൈറൻ സുരക്ഷിതമാണെന്ന സൂചനയുമാണ്. പാകിസ്ഥാന് കൂടുതൽ ധനസഹായം അനുവദിക്കുന്നത് പരിഗണിക്കുന്ന അന്താരാഷ്ട്ര നാണയനിധിയുടെ ബോർഡ് യോഗത്തിലെ വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നു. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കായി പാകിസ്ഥാൻ ധനസഹായ ഫണ്ടുകൾ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത സംബന്ധിച്ച് ഇന്ത്യ ആശങ്കകൾ ഉന്നയിച്ചു. IMF-ൽ നിന്ന് ദീർഘകാലമായി കടം വാങ്ങുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. പഞ്ചാബിന്റെ 6 അതിർത്തി ജില്ലകളിൽ വിന്യസിക്കുന്നതിനായി ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങാൻ തീരുമാനിച്ച് പഞ്ചാബ് മന്ത്രിസഭ. ആക്രമണങ്ങളിൽ പരിക്കേറ്റ സാധാരണക്കാരെ ഫരിഷ്തേ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എല്ലാ ആശുപത്രികളിലും സൌജന്യ ചികിത്സ ഉറപ്പാക്കാൻ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാൻ അറിയിച്ചു. പാകിസ്ഥാൻ വ്യോമാതിർത്തി ഇന്ന് ഉച്ചയ്ക്ക് 12 മണിവരെ അടച്ചിടുമെന്ന അറിയിപ്പിനെ തുടർന്ന് എല്ലാ വാണിജ്യ വിമാന സർവീസുകളും നിർത്തിവച്ചു. പെഷവാറിലേക്കുള്ള പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിന്റെ PIA 218 വിമാനമാണ് പാക് വ്യോമാതിർത്തിയിലൂടെ കടന്നുപോയ അവസാന വിമാനം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകൾ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.